സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ പിന്നെ തിരിച്ചെത്തിയിരിക്കും സുഹൃത്തുക്കളെ. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ വലിയൊരു താങ്ക്സ് പറയണം. കാരണം വെച്ചാൽ നമ്മുടെ ചാനൽ ഇന്ന് 10K സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് 10K സബ്സ്ക്രൈബേഴ്സ്. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതില്ല ഞാൻ ഇങ്ങനെ വരെയൊക്കെ എത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത്ര വരെ എത്തിച്ചതിന്. പിന്നെ ആരെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് വല്ല വീഡിയോ വന്ന് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. കാരണം വെച്ചാൽ എന്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ എന്തോ ചിരിയായിരുന്നു. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തൊരു ബെല്ല് വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഓളാക്കി വെച്ചേക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വന്നത് നമ്മളെ സ്വന്തം, ഇതിനെ സ്വന്തം എന്നൊന്നും പറയാനൊക്കത്തില്ല, എന്നാലും ഇരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരെയെന്ന് വെച്ചാൽ നമ്മുടെ രേണുസുധിയുടെ സ്വന്തം പൊന്നാങ്ങളെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് രേണുസുധിയുടെ സ്വന്തം പൊന്നാങ്ങളെയായ പ്രതീക്ഷിനെ വിളിച്ച് നമ്മൾ നേരിലിടാൻ പോവാ. അവൻ ഇപ്പോഴും ഏറെ തന്നെ. അപ്പൊ ഇപ്പോഴും പുള്ളി ഏറെ തന്നെ ഇരിക്കുവാന്നാ കേട്ടത്. അവിടെ തന്നെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് ഇറങ്ങുന്നതിനെക്കാട്ടി നല്ല അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും. പ്രതീഷ് പ്രകാശിന്റെ അക്കൗണ്ടിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ബഹുരസം അവിടെ കാണാൻ പറ്റുന്നത്. ഭാര്യയെക്കാട്ടി കൂടുതൽ അവിടെ ഉള്ളത് ഈ പെങ്ങളൂട്ടിയാണ് അവിടെ കാണുന്നത്. കണ്ടല്ലോ, ഭാര്യ എവിടെയെങ്കിലും കണ്ട് മൊത്തം രേണുസുധിയ പെങ്ങളൂട്ടിയെ മാത്രം അതിനകത്ത് കാണിച്ചു വെച്ചേക്കുക. ഇതുപോലെ ഒരാങ്ങളെ കേരളത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും കിട്ടുമോ? അപ്പൊ ആങ്ങളുടെ പെങ്ങളുടെ റീലൊക്കെ ചെയ്താലേ ഇട്ടേക്കുന്ന പോലെ കഴുത്തിലില്ലായിരുന്നെങ്കിൽ വീഡിയോ എടുക്കാൻ നേരത്തൊന്ന് മാറ്റി വെച്ചായിരുന്നെങ്കിൽ ഉദ്ദേശിച്ച പോലൊക്കെ വീഡിയോ ഒക്കെ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയേനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, വീഡിയോ ഷൂട്ടും ചെയ്ത് എഡിറ്റിംഗ് ചെയ്ത് അപ്ലോഡും കഴിഞ്ഞു. ചേച്ചി ബിഗ് ബോസ് അടിച്ച് വൃത്തിയാക്കാൻ വിളിച്ചെന്ന് കേട്ട് പോകുന്നില്ലേ? പറഞ്ഞ പോലെ ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞു. ബിഗ് ബോസ് ഇനി അടുത്ത സീസൺ വരാൻ പോയില്ലയോ? ഇതിനെ രണ്ടിനെയും കൂടെ ബിഗ് ബോസിലോട്ടൊന്ന് പറഞ്ഞു വിട്ടാൽ നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് റീല് കാണാമല്ലോ. ബിഗ് ബോസ് ആണ് ഞങ്ങൾ ആ ഏരിയയിലോട്ട് പോലും വരത്തില്ല. അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്നവരുണ്ട്, എന്തായാലും നിങ്ങൾ അവിടെ വിളിച്ചാലും അവിടെ ചെന്നാലും ഇത് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പ്രതീഷ് ഏട്ടായുടെ ഓൺ വോയിസ് വീഡിയോ നമുക്കൊന്ന് കാണാം. പൊന്നാങ്ങളയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. രേഷ്മ എന്ന പേരുള്ള ആൾക്കാരെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വേറൊന്നല്ല, കഴിഞ്ഞ മാസം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറി അല്ല, ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ റീലിൽ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ്, എൻ്റെ ഒപ്പം പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട് രേഷ്മ എന്ന് പറഞ്ഞിട്ട്. ആ ആളുടെ അടുത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 1000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളെ ഞാൻ കാണുവാണെങ്കിൽ ഒരു 5000 രൂപ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു പോസ്റ്റ് റീൽ ഇട്ടാണ്. നേരത്തെ കൂടെ പഠിച്ച ഫ്രണ്ടിന്റെ 1000 രൂപ മേടിച്ച് ഇപ്പൊ ഞാൻ 5000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടെന്ന് പോലും. ഇത്ര നാളും ഇപ്പൊ നിന്റെ ഇപ്പൊ ഫണ്ടൊന്നും ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട്. ആ പോട്ടെ, ഫണ്ടായിട്ട് അവൻ പോസ്റ്റ് ഇട്ടല്ലേ. ബാക്കിയാണ് കണ്ടിന്യൂ. ഗൈസ്, ഞെട്ടിച്ചതൊന്നുമില്ല, അതിൽ വന്ന കമന്റാണ്. ഇതാണ് ആ പോസ്റ്റ് കേട്ടോ. അതിൽ വന്ന ആ കമന്റാണ് കേരളത്തിൽ ഇത്രമാത്രം രേഷ്മമാരുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഈ ഒരു റീല് പോസ്റ്റ് ചെയ്താണ്. ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ 900-ന്റെ അത്രയും രേഷ്മമാര് വന്നിട്ടുണ്ട്. ഈ രേഷ്മ എന്ന് പറയുന്ന പേര് മാത്രമേ പറയുന്നതിന്റെ കാരണം എന്താ നിങ്ങൾക്ക് അറിയാം? അത് പറഞ്ഞുതരാം, വെയിറ്റ്. ഈ രേണുസുധിയുടെ ഒറിജിനൽ നെയിം ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്നത്. അത് അവന് ആ പേര് മാത്രം എടുത്തിട്ടാണ് പറയുന്നത്. വേറെ ഒരു പേരും അവന് കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ ഈ പൊന്നാങ്ങളൊക്കെ വലുതെന്ന് വെച്ചാൽ പെങ്ങളൂട്ടി എന്തോ പറയാൻ. ഇതിനൊക്കെ രേണു ചേച്ചിയോട് എപ്പോഴെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇതിപ്പോ ഞാൻ എന്തുവാടെ വീഡിയോ മൊത്തം കൊളവാക്കില്ല. ഇത്രയ്ക്ക് ചിരിക്കാനും മാത്രം അവിടെ എന്തുവാടെ ഇപ്പൊ നടന്നത്? ആ ആങ്കറിനെ പിടിച്ചൊന്ന് മാറ്റിയത് നല്ലതായിരുന്നു. പറ്റിയ ആൾക്കാരോടല്ലയോ ക്രഷ് ഉണ്ടോന്ന് പോലും ചോദിക്കുന്നത്. ക്രഷ് ഉണ്ടോന്നു നമ്മുടെ വിറലൂടെ പറഞ്ഞു കുടുംബം കുഞ്ഞുങ്ങളാണ്. ചേച്ചിയോട് തോന്നി. അത് ശരി, അവൻ പറഞ്ഞ ക്രഷ് തോന്നിയിരിക്കും. കാരണം മേക്കപ്പ് ഇട്ടവരോടെ ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ ക്രഷ് തോന്നുന്നത്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ രേണു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആളെ ഇല്ലാതെ ഫസ്റ്റ് ഇന്റർവ്യൂ അവിടെ ഉണ്ടായിരുന്നോ? സെറ്റ് BGM ഒക്കെ ഇട്ട് എന്റെ അമ്മോ. അടുത്ത അവന്റെ വൈഫുള്ള എന്തായാലും കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ രേണു ചേച്ചി ഇപ്പൊ അവന്റെ തലയിലോട്ട് വലിഞ്ഞു കയറിയേനെ. അവന്റെ വൈഫിന് പൊസസീവ് ഒന്നും അടിക്കത്തില്ല. എങ്ങനെ സഹിക്കുന്ന എല്ലാം കൂടെ അതിനെ പിടിച്ച് നടുക്കോട്ടിരുത്തിയേക്കുന്നത്. വേറെ അവിടെ കാണാൻ കസേരയൊന്നും കിട്ടിയില്ലയോ അതിനെ കൂടെ ഒന്ന് ഇരുത്താൻ വേണ്ടി? ഇതുങ്ങളെ 3 എണ്ണത്തിനും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് എന്റെ മഞ്ജു വാര്യറിനെ കാവ്യമാധവനെ ഓർമ്മ വരുന്നത്. സോറി, എന്റെ ഭാഗത്ത് തെറ്റ്. കാരണം പെങ്ങളൂട്ടി അല്ലയോ, ആങ്ങളയുടെ സ്വന്തം പെങ്ങളൂട്ടിയാ. അപ്പൊ അവിടെ തന്നെ ഇരുത്തിക്കോ, അതാ നല്ലത്. MG ശ്രീകുമാറിനൊക്കെ ശേഷം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടിലൂടെ നമുക്ക് എന്തായാലും വ്യക്തമാകും. ഇതിന് നന്നായിട്ട് പാടത്തെ പശു ഇരുന്ന് പാടും. എന്നാലും ഏതോ പാടിയ പാട്ടാ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് പടച്ചു വിടുന്നത്. ഇനി നമുക്ക് പ്രതീക്ഷ ഏട്ടാടെ ഒരു മാസ്മരിക റോസ്റ്റിംഗ് വീഡിയോ കാണാം. അങ്ങനെയുള്ള തൊലിച്ച് പാടിക്കഴിഞ്ഞാൽ ഗൈസ് ഇത് മോശമായി പോകും. എന്നാലും പാടിക്കോ ചേച്ചി, ഞാൻ കേൾക്കണ്ടേ?
കുണുവാവയോ ഗൈസ്? ഞാനൊക്കെ കുണുവാവ എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ എനിക്ക് 29 വയസ്സ് 30 വയസ്സുള്ളൂ. അപ്പൊ ഇതിന് എന്താ പറയാ, മുതുക്കളവിയെന്നോ വേറെന്ത് പറയുന്നത്? ആ പുള്ളിക്കാരിയെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിരി വന്നിട്ടുണ്ടോ? ആ പുള്ളിക്കാരിയെ കണ്ടിട്ട് എനിക്ക് എന്തായാലും ചിരിയൊന്നും വരുന്നില്ല. പിന്നെ ഇവനെ എവിടെ നിന്നാ ഇത്രയും ചിരിയെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ പ്രതീക്ഷയായിട്ടേക്ക് എല്ലാ വർഷം 28 വയസ്സ് മാത്രമേ ഉള്ളൂ, അതിൽ കൂടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി പറയുന്നത്. ഏതാണ് കണ്ടത്? ഒരു വീഡിയോ റിയാക്ഷൻ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു PIP ആയിട്ട് വീഡിയോ ഒന്ന് മാറ്റി വല്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ടെന്തെങ്കിലും മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. ഇതിപ്പോ നമ്മളെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ പോലും കേൾക്കാത്ത അവസ്ഥയായി പോയി. വേറൊരു വീഡിയോ കണ്ടു, ഇതെന്നെ കണ്ടു. പക്ഷേ വേട്ടവള തത്തമ്മച്ചുണ്ട് കണ്ടോ? തത്തമ്മച്ചുണ്ട് 1.5 കിലോന്റെ ഗ്യാസ്. ആ ചിരിക്കുന്ന സൗണ്ട് എഫക്റ്റ് അല്ലാതെ ഒരു പട്ടിക്കുഞ്ഞു പോലും ചിരിച്ചിട്ടില്ല. പറയൂ മോളെ പറയൂ. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവളുടെ പാവാട പള്ളികൾ വന്നിട്ട് എനിക്കിട്ട് നല്ല താങ്ങുതാന്ന്. ഫോളോസിനാട്ടോ. അല്ല, ഇവള് സുചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരു പിടി വാരി കൊടുക്കണത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. ഗൈസ്, കാരണം രേണു ചേച്ചിന്റെ അടുത്തും രേണു ചേച്ചി പറഞ്ഞ കാര്യം, നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കായിരുന്നു. കാരണം ദയാഴ്ച നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കണ്ടല്ലോ ഇവന്റെ റോസ്റ്റിംഗ്. ഇവനല്ല ഒരു കുഞ്ഞു പോലും ചിരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരാളും കൂടെ ചിരിക്കാൻ എന്തായാലും കൂടെ കാണും, പെങ്ങളൂട്ടി കാണും, രേഷ്മ തങ്കച്ചൻ എന്തായാലും കാണും. പുള്ളിക്കാരനെ ആരെന്ത് വന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷെ രേണുസുതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ പൊളിയും. എനിക്ക് സിനിമയിലേക്ക് ഉടൻ അവസരം ലഭിക്കും. കിട്ടും. ആ സിനിമയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ആ ഒരു മുഖത്തെ പുച്ഛഭാവം നിങ്ങൾ കാണുന്നില്ലേ? ഇതിനൊക്കെ വല്ല നല്ല ചെയ്ത് കൊടുത്താലും നല്ല ചെയ്ത് കൊടുത്തില്ലേലും ഒരേ ഇത് തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്. ലാൽ സാറ്, ലാലേട്ടൻ കണ്ട് ലാലേട്ടൻ ഇരുന്ന് പറയുമായിരിക്കും, മോളെ ഞാൻ ഈ അഭിനയം നിർത്തും, ഈ വർഷം എനിക്കിനി അഭിനയിക്കാൻ വയ്യ മോളെ, അയ്യോ. എന്തായാലും അവര് രണ്ടുപേരും എന്തായാലും ഒരു ആങ്ങളും പെങ്ങളും എന്ന് പറയുന്ന ഒരു മൈൻഡിൽ എന്തായാലും നിൽക്കുന്നത് ഇപ്പം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കോ. പിന്നെ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഉറപ്പായിട്ട് ഞാൻ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾ എന്തായാലും ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. താഴെ കമന്റ് ചെയ്ത് എന്തായാലും എല്ലാവരും പറയണം. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഇനി അടുത്ത സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്തായാലും നമുക്ക് കൂട്ടണം. അപ്പോൾ എല്ലാവരും എന്തായാലും ആദ്യം സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കുക. നേരത്തെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ല് വരെ അതുകൂടെയൊക്കെ എന്തെങ്കിലും ഓളാക്കി വെച്ചോ. പിന്നെ നമ്മൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്, എല്ലാവരും അവിടെ കൂടെ ചെന്ന് ഫോളോ ചെയ്യുക. ലിങ്കും കാര്യമെല്ലാം കാണാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.